അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 8ാം ക്ലാസ്സിലെ ദുറൂസുൽ ഇസ്ലാമിലെ 4ാമത്തെ പാഠം സയ്യിദുൽ ബഷർ എന്ന പാഠം ഇൻഷാ അല്ലാഹ് വായിച്ച് നമുക്കതിൻ്റെ തദ്രീബാത്ത് കൂടെ നോക്കാം. ഈ പാഠത്തിലൂടെ ചർച്ച ചെയ്യുന്ന പ്രവാചക സ്നേഹത്തെക്കുറിച്ചും പ്രവാചക ചരിത്രത്തിൻ്റെ മഹത്വം, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യ അനുസരിച്ച് ജീവിക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ പാഠത്തിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് നമുക്ക് സയ്യിദുൽ ബഷർ എന്ന മനുഷ്യ നേതാവ്, അല്ലാഹു തആലയുടെ കൽപ്പന പ്രകാരം ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിശുദ്ധ കഅബ പണിതു. അല്ലാഹു തആലയുടെ കൽപ്പന പ്രകാരം ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിശുദ്ധ കഅബ പണിതു. തൻ്റെ ഭാര്യ ഹാജർ റളിയല്ലാഹു അൻഹുവിനെയും മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെയും മക്കയിൽ പാർപ്പിച്ചു. ഭാര്യ ഹാജർ ബീവിയെയും മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെയും മക്കയിൽ എന്ത് ചെയ്തു? പാർപ്പിച്ചു, താമസിപ്പിച്ചു. ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെ കുടുംബ പരമ്പരയിൽ ഖുറൈശി ഗോത്രത്തിൽ ഹാഷിം കുടുംബത്തിലാണ് അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂജാതനായത്. അങ്ങനെ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെ കുടുംബ പരമ്പരയിൽ, ഇസ്ലാം നബി അലൈഹിസ്സലാമിൻ്റെ കുടുംബ പരമ്പരയിൽ ഖുറൈശി ഗോത്രത്തിലെ ഹാഷിം കുടുംബത്തിലാണ് അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭൂജാതനായത്. അക്കാലത്തെ ജനവാസ മേഖലയുടെ മധ്യത്തിലാണ് കഅബയുടെ സ്ഥാനം. കഅബയുടെ സ്ഥാനം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ താമസിച്ചിരുന്ന ഒരു മധ്യഭാഗമായിരുന്നു, സെൻറ്ററായിരുന്നു ഏത്? മക്കയുടെ സ്ഥാനമുണ്ടായിരുന്നത്. അവിടെയുള്ള ജനങ്ങൾ ഭൂരിഭാഗവും വിഗ്രഹാരാധകരായിരുന്നു. മക്കയിൽ അന്ന് താമസിച്ചിരുന്ന കൂടുതൽ ആളുകളും ആരാധിക്കുന്നവരായിരുന്നു, വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരായിരുന്നു. കള്ളുകുടി, വ്യഭിചാരം, ചൂതാട്ടം, ശിശുഹത്യ തുടങ്ങിയ തിന്മകളിൽ അവർ മതിമറന്ന് ജീവിച്ചു. കള്ളുകുടിക്കുന്നവരായിരുന്നു, വ്യഭിചാരിക്കുന്നവരായിരുന്നു, ചൂതാട്ടം നടത്തുന്നവരായിരുന്നു. ശിശുഹത്യ പറഞ്ഞാൽ പെൺകുട്ടികളെ കൊല്ലുന്ന ഒരു രീതി, അതൊക്കെ ഉണ്ടായിരുന്ന ഒരു ഈ തിന്മകളിലൊക്കെ അവർ മതിമറന്ന് ജീവിച്ചവരായിരുന്നു അന്നുണ്ടായിരുന്ന മക്കയിലുണ്ടായിരുന്ന ആളുകൾ. പിന്നെ അവർ നിരക്ഷരരും വിജ്ഞാനത്തിൻ്റെ പ്രഭ ലഭിക്കാത്തവരുമായിരുന്നു. ആ മക്കക്കാരെ അവർ നിരക്ഷരരായിരുന്നു, അക്ഷരവിദ്യാഭ്യാസം അവർക്കില്ലായിരുന്നു. അതുപോലെ തന്നെ വിജ്ഞാനത്തിൻ്റെ പ്രഭ ലഭിക്കാത്തവരുമായിരുന്നു. അറിവ്, വിജ്ഞാനത്തിൻ്റെ പ്രകാശം അവർക്ക് എന്ത് ചെയ്തിട്ടില്ല? ലഭിക്കാത്തവരുമായിരുന്നു. അജ്ഞാനയുഗം എന്നാണ് ചരിത്രം അക്കാലത്തെ വിശേഷിപ്പിക്കുന്നത്. എന്ത് യുഗം എന്നാ? അജ്ഞാന യുഗം. അക്ഷരാഭ്യാസമില്ലാത്ത അവസ്ഥക്കാണ് എന്ത് പറയുക? ജാഹിലിയ കാലം. അജ്ഞാനയുഗം എന്ന് പറഞ്ഞാൽ ജാഹിലിയ കാലം, അജ്ഞാനയുഗം എന്നാണ് ചരിത്രം അക്കാലത്തെ വിശേഷിപ്പിക്കുന്നത്. ഒരു മാർഗദർശകൻ്റെ സാന്നിധ്യം അവർക്ക് അനിവാര്യമായ സമയത്താണ് അവർക്കിടയിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം. ഒരു മാർഗദർശകൻ, നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരാളെ അവർക്ക് അനിവാര്യമായ സമയത്താണ് അവർക്കിടയിൽ ആര് ജനിക്കുന്നത്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുന്നത്. അറബികൾ ധീരരും ദാനപ്രിയരും സത്യസന്ധരുമായിരുന്നു. അറബികൾ ധീരരാണ്, ദാനപ്രിയരാണ്, സത്യസന്ധരുമായിരുന്നു. ലളിത ജീവിതം നയിച്ചിരുന്ന അവർ സ്വാതന്ത്ര്യദാഹികളും സമ്പന്നമായ അറബി ഭാഷ സംസാരിക്കുന്നവരുമായിരുന്നു. നല്ല സ്ഫുടമായ സാഹിത്യപരമായ അറബി സംസാരിക്കുന്നവരുമായിരുന്നു മക്കയിൽ താമസിച്ചിരുന്നവർ. ജസീറത്തുൽ അറബിലെ പ്രമുഖ ഗോത്രമായ ഖുറൈശിൻ്റെ നേതാവ് അബ്ദുൽ മുത്തലിബിൻ്റെ മകൻ അബ്ദുള്ള എന്നിവരും ബനു സുഹ്റ ഗോത്രക്കാരൻ വഹബിൻ്റെ മകൾ ആമിന ബീവിയുമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാപിതാക്കൾ. ഖുറൈശി നേതാവായ അബ്ദുൽ മുത്തലിബിൻ്റെ മകൻ അബ്ദുള്ള, ബനു സുഹ്റ ഗോത്രക്കാരൻ വഹബിൻ്റെ മകൾ ആമിന ബീവി, ഇവരായിരുന്നു ചുരുക്കി പറഞ്ഞാൽ നബിയുടെ ഉപ്പ അബ്ദുള്ളയും നബിയുടെ ഉമ്മ ആമിന ബീവിയും ആയിരുന്നു. ജനിക്കുന്നതിന് മുമ്പേ അവിടുത്തെ പിതാവ് വഫാത്തായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കുന്നതിന് മുൻപ് എന്ത് ചെയ്തു? ഉപ്പ വഫാത്തായി. 6 വയസ്സായപ്പോൾ മാതാവ് പരലോകം പോകി. 6ാമത്തെ വയസ്സിൽ ഉമ്മയും എന്ത് ചെയ്തു? മരണപ്പെട്ടു. തുടർന്ന് പിതാമുഹൻ അബ്ദുൽ മുത്തലിബിൻ്റെ സംരക്ഷണത്തിൽ വളർന്നു. വെല്ലിപ്പ അബ്ദുൽ മുത്തലിബിൻ്റെ സംരക്ഷണത്തിലാണ് പിന്നീട് എന്ത് വളർന്നത്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 8-ാം വയസ്സിൽ അദ്ദേഹവും വഫാത്തായി. ഇതോടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പൂർണ്ണ അനാഥനായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 8 വയസ്സായപ്പോൾ ആരും വഫാത്തായി? പിതാമഹൻ അബ്ദുൽ മുത്തലിബ് എന്ത് ചെയ്തു? വഫാത്തായി. അതോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പൂർണ്ണ അനാഥനായി മാറി. കുടുംബത്തിൻ്റെ പരിരക്ഷ ലഭിക്കാതെ വളർന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അക്ഷരാഭ്യാസവും ലഭിച്ചില്ല. കുടുംബത്തിൻ്റെ സംരക്ഷണം ഇല്ലല്ലോ. ഉമ്മയും പോയി, ഉപ്പയും പോയി, വല്ലിപ്പയും പോയി. അപ്പോൾ കുടുംബത്തിൻ്റെ പരിരക്ഷ ലഭിക്കാതെ വളർന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അക്ഷരാഭ്യാസവും ലഭിച്ചില്ല. എന്നാൽ പഠിക്കാനുള്ള അവസരവും ലഭിച്ചില്ല. എന്നാൽ എല്ലാ തിന്മകളിൽ നിന്നും മുക്തനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചു. എല്ലാ തിന്മകളിൽ നിന്നും മാറി നിന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ത് ചെയ്തു? ജീവിച്ചു. അങ്ങനെ നാട്ടുകാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അൽ അമീൻ, അസ്വാദിഖ് എന്നെല്ലാം വിളിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർ വിളിച്ചത് എന്തൊക്കെയാണ്? അൽ അമീൻ, അസ്വാദിഖ് എന്നെല്ലാം അവരെന്ത് ചെയ്തു? വിളിച്ചു. വില പിടിച്ച വസ്തുക്കൾ സൂക്ഷിക്കാൻ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏൽപ്പിച്ചു. തർക്കങ്ങളിൽ വിധികർത്താവാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ സൂക്ഷിക്കാൻ ആരെ ഏൽപ്പിച്ചിരുന്നു? നബി തങ്ങളെ ഏൽപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ തർക്കങ്ങൾക്കൊക്കെ വിധികർത്താവാക്കിയിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ. അബ്ദുൽ മുത്തലിബിൻ്റെ മരണശേഷം പിതൃ സഹോദരൻ അബൂ ത്വാലിബിൻ്റെ സംരക്ഷണത്തിൽ വളർന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആടുകളെ മേച്ചും കച്ചവടക്കാരുടെ കീഴിൽ കൂലിവേല ചെയ്തും ജീവിച്ചു. അപ്പോൾ അബ്ദുൽ മുത്തലിബ്, വല്ലിപ്പ അബ്ദുൽ മുത്തലിബിൻ്റെ വഫാത്തിന് ശേഷം പിന്നീട് പിതൃ സഹോദരൻ അബൂ ത്വാലിബിൻ്റെ സംരക്ഷണത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരുന്നത്. എന്തൊക്കെ ജോലികൾ ചെയ്തോ? ആടിനെ മേച്ചിരുന്നു. അതുപോലെ തന്നെ കച്ചവടക്കാർക്ക് കീഴിൽ ജോലി ചെയ്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ചു. കച്ചവടത്തിൻ്റെ ഭാഗമായി സിറിയ സന്ദർശനത്തിന് അവസരവും ലഭിച്ചു. കച്ചവടത്തിൻ്റെ ഭാഗമായി സിറിയ സന്ദർശിക്കാൻ, സിറിയയിലേക്ക് കച്ചവടാർത്ഥം പോകാനുള്ളൊരു അവസരം എന്ത് ചെയ്തു? ലഭിച്ചു. 25-ാം വയസ്സിൽ ധനാഢ്യയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ കച്ചവടത്തിൽ സഹായിച്ചു. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ, സമ്പന്നയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ 25-ാം വയസ്സിൽ സഹായിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധതയിലും സൽഗുണങ്ങളിലും ആകർഷ്ടയായ ഖദീജ ബീവിയുടെ താൽപര്യപ്രകാരം അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹം ചെയ്തു. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സത്യസന്ധതയിലും അതുപോലെ തന്നെ അവിടെയുള്ള സൽഗുണങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഭാവം, അവിടെ നിന്നുള്ള സൽഗുണങ്ങളിലും ആകർഷ്ടകയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിവാഹം ചെയ്യാൻ ആഗ്രഹം പ്രകടിപ്പിക്കുകയും അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ വിവാഹം ചെയ്യുകയും ചെയ്തു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വവും പ്രവാചകത്വത്തിനുള്ള യോഗ്യതയും നിയുക്ത പ്രദേശത്തിൻ്റെ അനുയോജ്യതയും ഈ ചരിത്രം വെളിപ്പെടുത്തുന്നു. അത് ഇങ്ങനെ സംഗ്രഹിക്കാം. 1. ജനവാസ മേഖലയുടെ മധ്യത്തിലുള്ള മക്കയുടെ സ്ഥാനം അന്ത്യപ്രവാചകൻ്റെ സന്ദേശ പ്രചാരണം എളുപ്പമാക്കി. ജനവാസ മേഖലയുടെ മധ്യത്തിലാണ് മക്ക എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവാചകത്തിൻ്റെ സന്ദേശം, ഇസ്ലാമിൻ്റെ പ്രബോധനം ചെയ്യാൻ വളരെ സുഗമമാക്കി ആ കാര്യം. 2. സമ്പന്നമായ അറബി ഭാഷ ഖുർആൻ അവതരണത്തിന് യോജിച്ചതായിരുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞ പാഠത്തിൽ സമ്പന്നമായ അറബി ഭാഷ സംസാരിക്കുന്നവരായിരുന്നു അവിടെ ഉള്ളവരെന്ന്. അതായത് നല്ല സാഹിത്യമടങ്ങിയ ഭാഷകൾ. ഉത്തുബത്തൊക്കെ നല്ല സാഹിത്യം പഠിച്ച മനുഷ്യനാണല്ലോ. ഉത്തുബത്തൊക്കെ അന്ന് ജീവിച്ചിരുന്ന ആളുകളിൽ, പ്രധാനപ്പെട്ട ആളുകളിലൊക്കെ ആ ഉത്തുബത്ത് പറയുന്നുണ്ടല്ലോ, പരിശുദ്ധ ഖുർആൻ കേട്ടിട്ട് ഇത് നിങ്ങൾ പറയുന്നത് പോലെ മാരണമോ ജ്യോത്സ്യമോ ഒന്നല്ല, ഇതിന് പ്രത്യേക ഒരു വശീകരണ ശക്തിയുണ്ട് എന്നൊക്കെ ഉത്തുബത്ത് അന്ന് പറയുന്നുണ്ട്. അപ്പോൾ അന്ന് നല്ല സമ്പന്നമായ അറബി ഭാഷ, ആ അറബി ഭാഷ എന്ത് ചെയ്തു? ഖുർആൻ അവതരണത്തിന് യോജിച്ചതായിരുന്നു. 3. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിരക്ഷരത അവിടുന്ന് കൊണ്ടുവന്ന വിശുദ്ധ ഖുർആൻ ഇലാഹി വചനമാണെന്നതിന് തെളിവായി. ഇത് നിരക്ഷരത പറഞ്ഞാൽ അക്ഷരാഭ്യാസമില്ലല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഖുർആൻ എന്ത് ചെയ്യുന്നത്? കൊണ്ടുവരുന്നത്. അപ്പോൾ അതെന്തായി? അത് ഇലാഹി വചനം തന്നെയാണ് എന്നതിന് ഒരു തെളിവായി. 4. പൂർണ്ണ അനാഥനായിരിക്കെ ശുദ്ധനും സത്യസന്ധനുമായി ജീവിച്ചത് അല്ലാഹു തആലയുടെ പ്രത്യേക പരിചരണത്തിൻ്റെ ഫലമായിരുന്നു. അല്ലാഹു തആലയുടെ പ്രത്യേക സംരക്ഷണം നൽകിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനാഥനായിട്ട് പോലും സത്യസന്ധനായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ത് ചെയ്തത്? ജീവിച്ചു പോകുന്നത്. 5. അധാർമികരെങ്കിലും അറബികളിൽ ഉണ്ടായിരുന്ന ചില നന്മകൾ നല്ല പ്രബോധകരെ സമ്മാനിച്ചു. അധാർമികളായിരുന്നെങ്കിലും
അധർമ്മത്തിലൂടെ ജീവിച്ചവരാണെങ്കിലും അറബികളിലുണ്ടായിരുന്ന നല്ല അറബികളിലുണ്ടായിരുന്ന നന്മകളെ നല്ല പ്രബോധകരെന്ത് ചെയ്തു? സമ്മാനിച്ചു. അവരിൽ നിന്ന് നല്ല പ്രബോധകർ കിട്ടി. ആരെ? ധർമ്മിഷ്ഠയായ ഖദീജ ബീവിയെ വിവാഹം ചെയ്തതിലൂടെ പ്രബോധനത്തിന് കൂടുതൽ സൗകര്യം ലഭിച്ചു. ധർമ്മിഷ്ഠയായ ഖദീജ ബീവിയെ വിവാഹം ചെയ്തത് കൂടെ പ്രബോധനത്തിന് എന്ത് ചെയ്തു? കൂടുതൽ സൗകര്യം ലഭിച്ചു. 7. സുശീലയും പരിചയസമ്പന്നയുമായ ഖദീജ റളിയല്ലാഹു അൻഹയുടെ കൂട്ട് പ്രതിസന്ധി ഘട്ടങ്ങളിൽ തുണയായി. അങ്ങനെ 7ാമത്തെ പറഞ്ഞത് സുശീലയും. സുശീല എന്ന നല്ല ശീലമുള്ള ആൾ, നല്ല സ്വഭാവമുള്ളവരെന്നൊക്കെയാണ് അർത്ഥം. സുശീലയും പരിചയസമ്പന്നയുമായ ഖദീജ ബീവിയുടെ കൂട്ട് പ്രതിസന്ധി ഘട്ടങ്ങളിൽ തുണയായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏത് പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോഴും ഖദീജ ബീവി തുണയായിട്ട് കൂടെയുണ്ടായിരുന്നു. 8. ഉന്നത കുലജാതൻ എന്നത് നേതൃത്വം സുഗമമാക്കി. ഉന്നത കുലജാതൻ, ഉന്നത തറവാട്ടിൽപ്പെട്ട ആളായതുകൊണ്ട് തന്നെ പ്രബോധനത്തിന് എന്ത് ചെയ്തു? സ്വീകാര്യത ലഭിച്ചു. നേരെ മറിച്ച് താഴ്ന്ന തറവാട്ടിൽപ്പെട്ടവരൊക്കെ ആണെങ്കിൽ ആരെങ്കിലും നിസ്സാരവൽക്കരിക്കും എന്നതുണ്ടായില്ല. എന്തുകൊണ്ട്? ഉന്നത കുലജാതനായി വളർന്നു, ഉന്നത തറവാട്ടിൽ വളർന്നത് കൊണ്ട് ആ ഒരു പ്രശ്നം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉണ്ടായില്ല. 9. ആട് മേക്കൽ, കച്ചവട യാത്രകൾ, മധ്യസ്ഥത പ്രവർത്തനങ്ങൾ തുടങ്ങിയവ പ്രബോധനത്തിനും നേതൃത്വത്തിനും പരിശീലനമായി. ആടുമേക്കൽ, കച്ചവട യാത്രകൾ, മധ്യസ്ഥ പ്രവർത്തനങ്ങൾ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മധ്യസ്ഥനായിരുന്നു തർക്കങ്ങളിൽ, തുടങ്ങിയവ പ്രബോധനത്തിനും നേതൃത്വത്തിനും പരിശീലനമായി. അതിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഊർജ്ജം സ്വീകരിച്ചിരുന്നു. 10. അൽ അമീൻ, അസ്വാദിഖ് തുടങ്ങിയ സൽപേരുകൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സത്യസന്ധതയ്ക്ക് അനിഷേധ്യ തെളിവായി. അൽ അമീൻ, അന്നത്തെ ആ കാലത്ത് അധർമ്മത്തിലൂടെ ജീവിച്ചിരുന്നവരുടെ ഇടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അൽ അമീൻ എന്നും അസ്വാദിഖ് എന്ന പേരിലും വളർന്നു വന്നത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സത്യസന്ധതയ്ക്ക് അനിഷേധ്യമായ തെളിവായിരുന്നു അത്. ഇനി ഇൻഷാ അല്ലാഹ് നമ്മുടെ പാഠത്തിലൊരു ദുആ പറയുന്നുണ്ട്. അല്ലാഹുമ്മ ജഅൽനാ മിൻ മുഹിബ്ബി നബിയിക വവഫിഖ്നാ ലിത്തിബാഇഹി വഹ്ശുർനാ ഫീ സുംറത്തിഹി വതഹ്ത ളില്ലി ലിവാഇഹി വസ്ഖിനാ മിൻ കഅസിഹി യാ റബ്ബൽ ആലമീൻ. എന്താണ് അതിൻ്റെ അർത്ഥം? അല്ലാഹുമ്മ ജഅൽനാ മിൻ മുഹിബ്ബി നബിയിക, ലോകരക്ഷിതാവായ അള്ളാഹുവേ, ഞങ്ങളെ നിൻ്റെ നബിയെ പ്രിയം വെക്കുന്നവരിൽ ഉൾപ്പെടുത്തണമേ. മിൻ മുഹിബ്ബി നബിയിക, നിൻ്റെ നബിയെ പ്രിയം വെക്കുന്നവരിൽ ഉൾപ്പെടുത്തണമേ. വഫിഖ്നാ ലിത്തിബാഇഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റാൻ ഞങ്ങളെ സഹായിക്കണമേ. വഹ്ശുർനാ ഫീ സുംറത്തിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംഘത്തിലും അവിടുത്തെ പതാകയുടെ തണലിലും ഞങ്ങളെ ഒരുമിച്ച് കൂട്ടണേ. വഹ്ശുർനാ ഫീ സുംറത്തിഹി വതഹ്ത ളില്ലി ലിവാഇഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംഘത്തിലും അവിടുത്തെ പതാകയുടെ തണലിലും ഞങ്ങളെ ഒരുമിച്ച് കൂട്ടണമേ. വസ്ഖിനാ മിൻ കഅസിഹി യാ റബ്ബൽ ആലമീൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കോപ്പയിൽ നിന്ന്, അതായത് ഹൗദുൽ കൗസറിൽ നിന്ന് ഞങ്ങളെ കുടിപ്പിക്കണമേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കോപ്പയിൽ നിന്ന് പറഞ്ഞാൽ ഹൗദുൽ കൗസറിൽ നിന്ന് ഞങ്ങളെ കുടിപ്പിക്കുകയും ചെയ്യണമേ. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് തദ്രീബാത്ത് നോക്കാം. 1. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മ വഫാത്തായി. ആൻസർ ബി 6-ാം വയസ്സിൽ. 2. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വലിയുപ്പ വഫാത്തായി. ആൻസർ ഡി 8-ാം വയസ്സിൽ. 3. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹം ചെയ്തു. ആൻസർ എ 25-ാം വയസ്സിൽ. 4. പിതാവ് വഫാത്തായി. ആൻസർ സി ജനനത്തിനു മുമ്പ്. ഇനി നുബയ്യൻ വ്യക്തമാക്കാനാണ്. 1. ഖദീജ റളിയല്ലാഹു അൻഹയുമായുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിവാഹം. 25-ാം വയസ്സിൽ ധനാഢ്യയായ ഖദീജ ബീവിയെ കച്ചവടത്തിൽ സഹായിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സത്യസന്ധതയിലും സൽഗുണങ്ങളിലും ആകർഷകയായ ഖദീജ ബീവിയുടെ താൽപ്പര്യപ്രകാരം അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹം ചെയ്തു. ഇനി 2. ആട് മേക്കൽ കച്ചവടവും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആടുകളെ മേച്ചും കച്ചവടക്കാരുടെ കീഴിൽ ജോലി വേല ചെയ്തും ജീവിച്ചു. കച്ചവടത്തിൻ്റെ ഭാഗമായി സിറിയ സന്ദർശനത്തിന് അവസരവും ലഭിച്ചു. 3. സിറിയ യാത്ര. 1-ാം യാത്ര അബൂ ത്വാലിബിൻ്റെ കൂടെ 12-ാം വയസ്സിലും 2-ാമത്തെ യാത്ര 25-ാം വയസ്സിൽ ഖദീജ ബിയുടെ ഭൃത്യൻ മൈസറയും ഒന്നിച്ചായിരുന്നു. 4. അനാഥത്വം.
അതിനെ വിശദീകരിക്കാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പൂർണ്ണ അനാഥനായാണ് വളർന്നത്. ജനിക്കുന്നതിന് മുമ്പ് ഉപ്പ വഫാത്തായി. 6-ാം വയസ്സിൽ ഉമ്മയും 8-ാം വയസ്സിൽ വലിയുപ്പ അബ്ദുൽ മുത്തലിബും ഇഹലോകവാസം വെടിഞ്ഞു. 5. അറബികളുടെ നന്മകൾ. അറബികൾ ധീരരും ദാനപ്രിയരും സത്യസന്ധരുമായിരുന്നു. ലളിത ജീവിതം നയിച്ചിരുന്ന അവർ സ്വാതന്ത്ര്യദാഹികളും സമ്പന്നമായ അറബി ഭാഷ സംസാരിക്കുന്നവരുമായിരുന്നു. 6. അറബികളുടെ നിരക്ഷരതയും അജ്ഞതയും. ആൻസർ: ഭൂരിഭാഗവും വിഗ്രഹാരാധകരായിരുന്നു. കള്ളുകുടി, വ്യഭിചാരം, ചൂതാട്ടം, ശിശുഹത്യ തുടങ്ങിയ തിന്മകൾ അവർ മതിമറന്നു ജീവിച്ചു. അവർ നിരക്ഷരരും വിജ്ഞാനത്തിൻ്റെ പ്രഭ ലഭിക്കാത്തവരുമായിരുന്നു. അജ്ഞാനയുഗം എന്നാണ് ചരിത്രം അക്കാലത്തെ വിശേഷിപ്പിച്ചത്. 7. മക്കയുടെ സ്ഥാനം. ആൻസർ: ജനവാസ മേഖലയുടെ മധ്യത്തിലാണ് മക്കയുടെ സ്ഥാനം. ഇനി 3. വാജിബുൽ മൻസിലിയ. ഹോംവർക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം എന്ന വിഷയത്തിൽ ഒരു ഉപന്യാസം തയ്യാറാക്കുക. ഹിജറ 53 വർഷങ്ങൾക്ക് മുമ്പ് ക്രിസ്താബ്ദം 571 ഏപ്രിൽ 20 റബീഉൽ അവ്വൽ 12-നായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത്. ജസീറത്തുൽ അറബിലെ പ്രമുഖ ഗോത്രമായ ഖുറൈശിൻ്റെ നേതാവ് അബ്ദുൽ മുത്തലിബിൻ്റെ മകൻ അബ്ദുല്ല എന്നവരും ബനു സുഹറ ഗോത്രക്കാരൻ വഹബിൻ്റെ മകൾ ആമിന ബീവിയുമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതാപിതാക്കൾ. നബി സല്ലല്ലാഹു അലൈഹി ജനിക്കുന്നതിന് മുമ്പ് അവിടുത്തെ പിതാവ് വഫാത്തായി. 6 വയസ്സായപ്പോൾ മാതാവും പരലോകവും പോയി. തുടർന്ന് പിതാമകൻ അബ്ദുൽ മുത്തലിബിൻ്റെ സംരക്ഷണത്തിൽ വളർന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 8-ാം വയസ്സിൽ അദ്ദേഹം വഫാത്തായി. ഇതോടെ മുത്തനബി സല്ലല്ലാഹു പൂർണ്ണ അനാഥനായി. കുടുംബത്തിൻ്റെ പരിരക്ഷ ലഭിക്കാതെ വളർന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അക്ഷരാഭ്യാസം ലഭിച്ചില്ല. എന്നാൽ എല്ലാ തിന്മകളിൽ നിന്നും മുക്തനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചു. അങ്ങനെ നാട്ടുകാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അൽ അമീൻ, അസ്വാദിഖ് എന്നെല്ലാം വിളിച്ചു. വില പിടിച്ച വസ്തുക്കൾ സൂക്ഷിക്കാൻ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏൽപ്പിച്ചു. തർക്കങ്ങളിൽ വിധികർത്താവാക്കി. അബ്ദുൽ മുത്തലിബിൻ്റെ മരണശേഷം പിതൃ സഹോദരൻ അബൂ ത്വാലിബിൻ്റെ സംരക്ഷണത്തിൽ വളർന്ന മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആടുകളെ മേച്ചും കച്ചവടക്കാരുടെ കീഴിൽ കൂലിവേല ചെയ്തും ജീവിച്ചു. കച്ചവടത്തിൻ്റെ ഭാഗമായി സിറിയ സന്ദർശനത്തിന് അവസരം ലഭിച്ചു. 25-ാം വയസ്സിൽ ധനാഢ്യയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ കച്ചവടത്തിൽ സഹായിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധതയിലും സൽഗുണങ്ങളിലും ആകർഷ്ടയായ ഖദീജ ബീവിയുടെ താൽപ്പര്യപ്രകാരം അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹം ചെയ്തു. 40-ാം വയസ്സിൽ നുബുവത്ത് ലഭിക്കുകയും ആദ്യം രഹസ്യമായും പിന്നീട് പരസ്യമായും പ്രബോധനം ചെയ്തു. ശത്രുക്കളുടെ മർദ്ദനം കൂടിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് ഹിജ്റ പോയി. ഹിജ്റ 8-ാം വർഷം മക്ക ഫത്ഹാവുകയും ചെയ്തു. 63-ാം വയസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി. ഇതിൽ ഇരിഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ കൂട്ടിക്കൊടുക്കാം. ഹിജ്റ പോയ സംഭവങ്ങളുണ്ട്, യുദ്ധങ്ങൾ, സമരങ്ങൾ നടന്നതുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്രാ മിഅ്റാജ് ഉണ്ട്. അതൊക്കെ കൂട്ടി കൊടുത്തിട്ട് വിശാലമാക്കിയിട്ട് എഴുതാം. ഒരു രൂപം എന്ന രൂപത്തിൽ മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഇൻഷാ അല്ലാഹ് ഇതോടെ തദ്രീവാത്തും കഴിഞ്ഞു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.